10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون وإذ واعدنا موسى 40 ليلة ثم اتخذتم العجل من بعده وأنتم ظالمون السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന പരിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബഖറയിലെ 49-ാമത്തെ വചനം, അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പ്രവർത്തന റെക്കോർഡുമായി ഹാജരാകേണ്ടി വരും. നമുക്ക് വേണ്ടി വാദിക്കുവാൻ ഇഹലോകത്തിലോ പരലോകത്തിലോ ഒരാളും അവൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. പ്രസ്തുത വ്യക്തി താൻ എന്താണോ പറഞ്ഞത്, എന്താണോ പ്രവർത്തിച്ചത്, അത് മാത്രം അവിടെ ഹാജരാക്കേണ്ടി വരും. സഹായിക്കുവാൻ സ്വന്തം മാതാപിതാക്കളോ അല്ലെങ്കിൽ സന്താനങ്ങളോ ഭാര്യയോ സമ്പത്തോ കൂട്ടുകാരോ മറ്റ് അഭിഭാഷകരോ ആരും തന്നെ ഇല്ലാത്ത ഒരു വിചാരണ. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ നേരിട്ട് ചോദ്യോത്തരങ്ങൾ നടത്തപ്പെടുന്ന ഒരു രംഗം. അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നു. ആ ദിനത്തെ അഭിമുഖീകരിക്കുവാനും വിജയിക്കുവാനുമായിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മുൻകരുതലുകൾ, അത് നമുക്ക് അവൻ വെളിപ്പെടുത്തി തരുന്നു. അങ്ങനെ നമ്മൾ ഒരു ശുപാർശക്കാരനുമില്ല, ഒരു പ്രായശ്ചിത്വവും സ്വീകരിക്കുകയില്ല, സഹായിക്കപ്പെടുകയുമില്ലാത്ത ആ ദിനത്തിൽ എന്തായിരിക്കും അവസ്ഥ
ഹസ്രത്ത് ഖലീഫത്തുള്ള തുടർന്ന് വിശദീകരിക്കുന്നു, അള്ളാഹ് ഗീവ്സ് എ സർട്ടൻ ടൈം ഫോർ ദ ഇസ്രായേലൈറ്റ്സ് ടു റിയലൈസ് ദെയർ വീക്ക്നെസ്സസ്. ഇസ്രായേൽ സന്തതികൾക്ക് അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കുന്നതിന് അല്ലാഹു തആല ഒരു അല്പ സമയം അനുവദിച്ചു. അള്ളാഹ് ഗീവ്സ് എ സർട്ടൻ ടൈം, കുറച്ച് സമയം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഫോർ ദ ഇസ്രായേലൈറ്റ്സ്, ഈ ഇസ്രായേൽ ജനതയ്ക്ക്, ടു റിയലൈസ് ദെയർ വീക്ക്നെസ്സസ്, അവരുടെ തന്നെ വീക്ക്നെസ്സസ്, ദുർബലതകൾ, അവരുടെ കഴിവില്ലായ്മകൾ, അവരുടെ അലസതകൾ, അവരിൽ വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു സമയം അനുവദിച്ചിരിക്കുകയാണ്. ആൻഡ് ഫോർട്ടിഫൈഡ് ദം വിത്ത് പ്രോഫറ്റ്സ്, എന്നിട്ട് അവരെ സുരക്ഷിതമാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ട് കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയാണ്. ആൻഡ് ഫോർട്ടിഫൈഡ് ദം വിത്ത് പ്രോഫറ്റ്സ്, അവരിലേക്ക് പ്രവാചകന്മാരെ അയച്ചാണ് അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നത്. ഫ്രം ടൈം ടു ടൈം, ആ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ച് ഇസ്രായേൽ സന്തതികൾക്ക് സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. ടു ബ്രിങ് ദം ബാക്ക് ടു സ്പിരിച്വൽ ലൈഫ്, അങ്ങനെ അവരെ ആത്മീയ ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരിക. ഭൗതികതയിൽ അമർന്നു കിടക്കുന്ന ഇസ്രായേൽ ജനതയെ തിരിച്ച് ആത്മീയതയിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു സുരക്ഷിതമായ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. സോ ദാറ്റ് ദേ മേ എൻജോയ് മെറ്റീരിയൽ ലൈഫ് ആസ് വെൽ. അങ്ങനെ ആയാൽ ഇഹലോകത്തിലുള്ള ചില സുഖ സൗകര്യങ്ങളുണ്ടല്ലോ, അതും അവർക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ആത്മീയത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിലുള്ള ഈ സുഖവും നമുക്ക് ഇല്ലാതെ പോകും. ഇത് ഇസ്രായേൽ സന്തതികളുടെ ഈ സംഭവങ്ങളാണ് നമ്മുടെ അടുത്ത് മുമ്പിൽ വെക്കുന്നത്. ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിലും ഇസ്രായേൽ സന്തതികൾ 72 വിഭാഗമായി പിരിഞ്ഞു പോയി എങ്കിൽ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് ഈ 72 വിഭാഗവും നരകാവകാശികളാവും എന്ന് പറഞ്ഞാൽ തെറ്റും അധർമ്മവും ചെയ്ത് അവർ സുഖം അനുഭവിക്കാമെന്ന് കരുതുകയാണ്. ഇന്ന് നോക്കൂ, 167 രാജ്യങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നാമധാരികൾ ഭരിക്കുന്ന ലോകം. ഏത് രാജ്യത്ത് നിന്ന് ഏത് ഭരണാധികാരി അല്ലെങ്കിൽ ഏത് മതമേധാവി അല്ലാഹു തആല കെട്ടി സുരക്ഷിതമാക്കിയ കോട്ടയിലേക്ക് കടന്നു വരാനുണ്ട്? ഒരു ദൂതൻ 23 വർഷമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 67 പരം ലോകരാഷ്ട്രങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം നിലനിൽക്കുന്നു. ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് ആ കോട്ടയ്ക്ക് കീഴിൽ, പ്രവാചക കോട്ടയ്ക്ക് കീഴിൽ അണിനിരക്കാൻ കഷ്ടം. ഇതൊക്കെ വെറുതെ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന വിഷയമൊന്നല്ലാതെ പ്രവർത്തിക്കാൻ കൊള്ളാവുന്നൊന്നുമല്ല കേട്ടോ. പ്രവർത്തിക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ആത്മീയമായ ജീവിതത്തിലേക്ക് അല്ലാഹു തആല നിയോഗിക്കുന്ന പ്രവാചകന്മാരുടെ കൂടെ ചേർന്ന് നിന്ന് ആത്മീയത വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരല്പകാലം ഭൗതിക സുഖം കൂടെ നിങ്ങളെ ഞാൻ ആസ്വദിപ്പിക്കും. നോക്കൂ, ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, വണ്ണത്തിൽ കുറവാണ്, സാമ്പത്തികമായിട്ട് വല്ല കുറവുള്ളവരാ, കെട്ടിടങ്ങളുടെ വല്ല കുറവുണ്ടോ, സുഖസൗകര്യങ്ങളുടെ കുറവുണ്ടോ, എന്തിൻ്റെ കുറവാണ് ഉള്ളത്? പക്ഷേ എല്ലായിടത്തും ചണ്ടികളെ പോലെ കിടക്കുക. കാരണം അവർക്ക് ഈ പ്രവാചകനെയും വേണ്ട, ഈ ദൂതനെയും വേണ്ട, അള്ളാഹുവിൻ്റെ സംവിധാനവും വേണ്ട. ഇന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത്
ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ആരുടേതായിരുന്നു, എങ്ങനെയായിരുന്നു? സമാധാനത്തോടുകൂടി കഴിയുന്നതിന് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു പള്ളി മസ്ജിദുൽ അക്സ നിലകൊള്ളുന്ന ഒരു സ്ഥലം കൊടും ക്രൂരതകളാൽ നിറയപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു? ആർക്കും അല്ലാഹു തആല നിയോഗിക്കുന്ന ദൂതന്മാരെ വേണ്ട. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു ദൂതൻ വന്നു, എല്ലാവരും കൂടെ തിരസ്കരിച്ചു. ഈ നൂറ്റാണ്ടിൽ ഒരു ദൂതൻ വന്നു, ഉമ്മത്തിനെ, മാനവകുലത്തിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ വരുന്നത്. ഇപ്പം മാനവകുലം എന്ത് ചെയ്തിരിക്കുക? പരസ്പരം പോരാടി ചത്തു വീണുകൊണ്ടിരിക്കുകയാണ്. ധർമ്മോപദേശം നൽകിയാൽ സ്വീകരിക്കാത്ത മാനവലോകം അവിടെ ധർമ്മത്തിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനവുമായി കാരുണ്യമൂർത്തിയായ പ്രവാചക പ്രഭു ആ കരുണ ലോകമെങ്ങും എങ്ങും നിങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞവർ അതിഭീകരമായ മാനവകുലയാണ്. ഒരാളെ നിങ്ങൾ അധാർമികമായിട്ട് വധിക്കുകയാണെങ്കിൽ മാനവകുലത്തെ മുഴുവൻ വധിച്ചതിന് തുല്യമാണ്. ഇത്തരത്തിലുള്ള കഠോരമായ ഖുർആൻ്റെ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകം, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ അല്ലാഹു തആല നിയോഗിക്കുന്ന നിയോഗിതരിലൂടെ മാത്രമേ മനുഷ്യന് മോചനം ലഭിക്കുകയുള്ളൂ. അതിൻ്റെ ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ ആത്മീയ ജീവിതം നിങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് നിങ്ങൾ ഭൗതികതയിൽ അല്പകാലം നിങ്ങൾക്ക് ആസ്വദിക്കുവാനുള്ള ഒരവസരം മാത്രമാണ് ഈ ലോക ജീവിതം എന്ന് തിരിച്ചറിയണമെന്ന് ഹസ്രത്ത് ഖലീഫത്തുള്ള വിചാരണ ടൈം സംബന്ധമായിട്ടുള്ള വിശദീകരണത്തിൽ പറയുന്നു. തുടർന്ന് പറയുന്നു, വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബി യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹിയൂന നിസാഅകും വഫീ ദാലികും ബലാഉം മിൻ റബ്ബികും അളീം. നോക്കൂ, ഇന്ന് ലോകത്ത് നടക്കുന്ന സംഭവം, ഇതിനേക്കാൾ വലിയ ക്രൂരമായ കാര്യങ്ങളൊക്കെ മുമ്പ് അരങ്ങേറിയിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുകയാണ്. ഇത്രയും കഠോരന്മാരായ ഹൃദയശൂന്യന്മാരായ ആളുകൾ ഭൂമുഖത്തുണ്ടായിരുന്നോ? ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി അവരൊക്കെ ഭയങ്കരമായ നിഷ്ഠൂരന്മാരായിട്ടുള്ള ഹിറ്റ്ലർ, ഇപ്പോൾ ആധുനിക ലോകത്ത് വന്നിട്ടുള്ള ഭയങ്കര സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകൾ, മനുഷ്യരുടെ ഒരവകാശവും അംഗീകരിക്കാത്ത ചൈനീസ് ഭയങ്കര ഭരണാധികാരികളല്ലയോ ലോകത്തിൽ ഇരിക്കുന്നത് മൊത്തം, ഭയങ്കര ഫറോവമാർ. എന്നാൽ ഇതിനേക്കാൾ വലിയ ഫറോവമാരുടെ ചരിത്രം ഖുർആൻ എടുത്ത് കാണിക്കുന്നു. വൈദ് നജ്ജൈനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. മിന്നാലി ഫിർഔന, ഫിർഔൻ്റെ ആൾക്കാരിൽ നിന്ന്. ഫറാവോ ഒരു ഭരണാധികാരിയായിരുന്നു. ഭരണാധികാരികൾ ഒരുപാട് ഫറോവമാർ ലോകത്ത് ഉണ്ട്. യസൂമൂനക്കും സൂഅൽ അദാബ്, വളരെ കഠോരമായ ശിക്ഷ നിങ്ങളുടെ മേൽ അവൻ നിങ്ങളെ രുചിപ്പിച്ചു കൊണ്ടിരുന്നു, അനുഭവിപ്പിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ലോകത്ത് കഠോരമായ ശിക്ഷയല്ലേ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? സ്വൈരമായി അവരവരുടെ കൂരകളിൽ കിടന്നുറങ്ങാനൊക്കാത്ത 25 നില, 15 നില, 20 നില, 10 നില, 8 നില, ഏതെല്ലാം സുഖസൗകര്യങ്ങളോട് വെച്ച് പടുത്തുയർത്തി വെച്ചിരുന്ന ഗാസയും സിറ്റി, പതിനായിരക്കണക്കിന് നിരപരാധികളായ ആളുകളെ എന്തിനു വേണ്ടി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നറിയാതെ ജയിലുകളിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു ലോകം, മനുഷ്യജന്മം കൊണ്ടതിൻ്റെ പേരിൽ ജയിലറകളിലേക്ക് പോകേണ്ടി വരുന്ന മാനവ സമൂഹം, ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ലോകം, ഫറോവമാരുടെ തേർവാഴ്ച നടത്തുന്ന ലോകം. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യവും വീടുമുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നുവെങ്കിൽ നാളത്തെ സുപ്രഭാതത്തിൽ അത് കാണണമെന്നില്ല. ആ നിലയിലേക്ക് കഠോരന്മാരായ ആളുകളെ നിങ്ങളുടെ ഭരണകർത്താക്കളായിട്ട് നിങ്ങളെ വിടും. കാരണം നിങ്ങൾ അധർമ്മികളായതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയും.
നിങ്ങൾക്ക് രക്ഷാമാർഗം കണ്ടെത്താൻ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് കരുണാമൂർത്തിയായ അള്ളാഹു കാരുണ്യപ്രവാചകൻ്റെ പ്രതിനിധികളായി നിഴലുകളായി ഓരോ നൂറ്റാണ്ടിലും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് വേണ്ടാന്ന് പറഞ്ഞ് തീരുമാനമെടുത്തെങ്കിലേ ആരും ആരെക്കുറിച്ചും ദുഃഖിച്ചിട്ട് കാര്യമില്ല. സ്വയം തിരുത്തുക. ഒത്തക്കു യൗമൻ, ആ ദിനത്തെ നിങ്ങൾ സൂക്ഷിച്ചു. വേറെ ഒരു ചോദ്യകർത്താവും ഉത്തരകർത്താവും ഒന്നുമില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. യുദ്ധഭ്യഹൂന അഭിനവക്കും, അവർ ചെയ്തെന്തുവാ? നിങ്ങളുടെ ആൺമക്കളെ അങ്ങ് കൊല്ലുക. അവന്മാർ ചെയ്യുന്ന ശിക്ഷാമുറ. ഇന്നിപ്പോൾ എന്താ, ഇസ്രയേലിൽ നിന്നും ഈ ബോംബർ വിമാനങ്ങളൊക്കെ പോയി ബോംബിട്ട് ആരെയാ കൊല്ലുന്നത്? ആയുധധാരികളായിട്ടുള്ള ആക്രമികളെ വല്ലതും വന്നോ? നിരപരാധികളായ സ്ത്രീകളും കുഞ്ഞുങ്ങളും. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നതിൻ്റെ കാരണം എന്താ? ഇത് വളർന്നു വരരുത്. വളർന്നു വന്നാൽ ഫറോവ അന്ന് ഭയപ്പെട്ടതുപോലെ ഇവർക്ക് ഭയം, ഇവരിൽ നിന്ന് അടുത്ത തലമുറ ഉണ്ടാകരുത്. ആ അടുത്ത തലമുറ മുഴുവൻ ഉന്മൂലനാശം നടത്തണം. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കശ്മലന്മാരായ ആളുകൾക്ക് ലോകത്തിലെ സമ്പത്ത് മുഴുവൻ വാരി കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഹേ അറബികളെ, നാണം കെട്ടവർ, നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു മനുഷ്യത്വമായിട്ട് ഭൂമിയിൽ സാധാരണപ്പെട്ട മനുഷ്യർ ജീവിച്ചോട്ടെ, അവരുടെ മരണം വരെ അവരെ ജീവിക്കാൻ അനുവദിക്കൂ. ഇത്തരത്തിലുള്ള മോശപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. അവരാ അക്രമം അവസാനിപ്പിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ധർമ്മത്തിലൂടെ നടന്നു പോകണ്ടേ. അതിന് ധർമ്മം വേണമെങ്കിൽ അല്ലാഹു തആല അതിനൊരു നടപടി വച്ചിട്ടുണ്ട്. അത് ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു ആളിനെ വിടുമെന്ന് പറഞ്ഞ ധർമ്മോപദേശം നടത്താനാണ്. ഫദക്കർ ഇന്നമാ അൻത മുദക്കർ, നീ അവർക്ക് ഉത്ബോധനം ചെയ്യുക, ധർമ്മോപദേശം നടത്തുക. ലസ്ത അലൈഹിം ബിമുസൈത്തിൻ, അവരുടെ മേൽ നീ ഒരു അധികാരവും ചെലുത്തണം. ഒരധികാരവുമില്ലാത്ത ധർമ്മബോധം നൽകുന്ന ഒരാൾ ഭൂമുഖത്ത് വരുമ്പോൾ അതിനെയൊക്കെ അവഗണിച്ച് കളയുന്ന ഈ ഈമാനെ സംരക്ഷിക്കാൻ മറ്റൊരു വഴിയും കാണുന്നില്ല എങ്കിൽ ഏതെങ്കിലും കാട്ടിലോ കുന്നിലോ ഗുഹയിലോ പോയിരുന്ന് നിങ്ങൾ വൃക്ഷത്തിൻ്റെ വേര് തിന്ന് ജീവിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചു കൊള്ളണം. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഇബാദത്ത് ചെയ്യരുത്. ഇത്തരത്തിലുള്ള കശ്മലന്മാരുടെ കൂടെ അവരോടൊപ്പം നിങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു കളയരുതെന്ന് പഠിപ്പിച്ച പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ഇന്ന് ഭാരതത്തിൽ ഈ നൂറ്റാണ്ടിൽ അല്ലാഹു തആല അവൻ്റെ പ്രകാശം കൊണ്ടുവന്നെത്തിച്ച മസ്ജിദിലാണ് നമ്മൾ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മലായിക്കത്തുകളുടെ വലിയ വലിയ സാന്നിധ്യങ്ങളുണ്ട്. ബാക്കി എല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളിൽ സുഖമായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദീനിനു വേണ്ടി? എല്ലാവരും ഗാഠമായിട്ട് ആലോചിക്കേണ്ടതാണ്. യുദബ്ബിഹുന, അവരുടെ ആൺമക്കളെയൊക്കെ അങ്ങ് തട്ടിക്കളയുക. വയസ്തഹ്യൂന നിസാക്ക, പെണ്ണുങ്ങൾ പോയി ജീവിച്ചോട്ടെ, സ്ത്രീകളെ കൊല്ലുന്നില്ല, പുരുഷന്മാർ വേണ്ട, ആൺകുട്ടികൾ വേണ്ട. വഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം, അത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അതിമഹത്തായ ഭയാനകമായ ഒരു പരീക്ഷണമായിരുന്നു. നിങ്ങളിതിനെയൊക്കെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത്? നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെയുള്ള തെറ്റായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവരുടെ മുമ്പിൽ അടിമകളായിട്ട് നിന്നു കൊടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതല്ല, നിങ്ങളുടെ പ്രതിരോധ ശക്തി നിങ്ങൾ പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഞാൻ നിയോഗിക്കുന്ന ദൂതനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ദൂതൻ വരുമ്പോഴോ ദൂതൻ്റെ ഒന്നുമില്ല, വാ നമുക്ക് ഇവിടുന്ന് പൊക്കളയാം. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി ആ ഉപദേശം പറയുമ്പോഴത്തേക്ക് അത് സ്വീകരിക്കാനിട്ട് ആളുമില്ലാത്ത നിലയിൽ. അപ്പോൾ ഇതാണ് വൈദ് നജ്ജൈനാക്കും, നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. ഇതുപോലെ ഈ കാലഘട്ടത്തിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാനവകുലത്തിനെ അധർമ്മികളിൽ നിന്നും അക്രമികളിൽ നിന്നും ക്രൂരന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിക്കുന്ന നിയോഗിതരോടൊപ്പം ചേർന്ന് ധാർമ്മികമായ നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ഇഹലോകത്തും നാളെ പരലോകത്തും നമുക്ക് രക്ഷപ്പെടാം.
ഇതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന സിദ്ധാന്തം. അവർ വളരെ വലിയ ഇതാണ് സൂഅൽ അദാബ് എന്നാണ് പറഞ്ഞത്. വളരെ വേദനാജനകമായ ശിക്ഷയാണ് അവർ അനുഭവിപ്പിച്ചത്. ഒരു കുഞ്ഞിനെയൊക്കെ അപ്പോഴേ കൊന്നുകളയുന്ന ഒരവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. തിരിച്ചൊന്നും ചെയ്യാനൊക്കാത്ത ഒരവസ്ഥ. നിസ്സഹായരായ ആളുകൾ, ഇതുപോലെ നിസ്സഹായരായ ആളുകളല്ലേ ഇന്ന് ലോകത്ത് കിടക്കുന്നത്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തേണ്ടതല്ലേ? ആ വഴി അല്ലാഹു തആല തുറന്നു വെക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിയോഗിക്കുന്ന നിയോഗിതനോടൊപ്പം, ദൂതനോടൊപ്പം, മുജദ്ദിനോടൊപ്പം, മുഹീദ്ദീനോടൊപ്പം, മസീഹിനോടൊപ്പം, മഹ്ദിയോടൊപ്പം നിന്ന് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക. അല്പകാലയിലുള്ളൂ, ഒരു ഷോർട്ട് പീരീഡിൽ ലൈഫ്. അങ്ങനെ നിങ്ങൾ ജീവിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇതിനേക്കാൾ വലിയ വലിയ ശിക്ഷകളൊക്കെ ലോകത്ത് പണ്ടിറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പം കാണുന്നതിനേക്കാൾ വലിയ വലിയ ശിക്ഷകൾ, ജീവിക്കാനൊക്കാത്ത അവസ്ഥാവിശേഷം. The first of them to which Allah refers here is their deliverance from the hand of Pharaoh and his people. ഇവിടെ ഇതാദ്യം ഇവിടെ പറയുന്നത് നജ്ജൈനാക്ക് നിങ്ങളെ നാം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതാണ് the first of them to which Allah refers here. ഇവിടെ ആദ്യ വചനത്തിൽ, ആദ്യ ഭാഗത്ത് പറയുന്നത് to their deliverance, അവരുടെ വിമോചനത്തെക്കുറിച്ചാണ്, രക്ഷപ്പെടുത്തലിനെ കുറിച്ചാണ്. From the hand of Pharaoh, ഫറോവയുടെ കയ്യിൽ നിന്ന്. ഇവിടെ ഈ ദൈവത്തെ, പരബ്രഹ്മത്തെ, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ, പരബ്രഹ്മത്തെ, യഹോവയെ ആരാധിക്കുന്നതിന് അവസരം നിഷേധിക്കുന്ന അതിക്രൂരന്മാരായ ആളുകൾ ഭരണസാരഥ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മൾ കാണുന്നു. നമുക്കൊന്നുമില്ല, നമ്മൾ സുഖമായിട്ടിരിക്കുമല്ലയോ? ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ദൈവത്തെ, പരബ്രഹ്മത്തെ, യഹോവയെ, അള്ളാഹുവിനെ ആരാധിക്കുവാനുള്ള ആരാധനാലയങ്ങൾ മുഴുവൻ തച്ചുടയ്ക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് ആര് തച്ചുടച്ചാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് ഭൂമി മുഴുവൻ ആരാധനാലയമാണ്. എവിടെ നിന്നും പ്രാർത്ഥിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയെ തച്ചുടയ്ക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും എവിടെ നിന്നും തൻ്റെ ദൈവത്തുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ ഫറോവയുടെ കയ്യിൽ നിന്ന്, ഫറോവയോടൊപ്പം ചേർന്ന് നിന്ന കശ്മലന്മാരായ ഫറോവ ആൻഡ് ഹിസ് പീപ്പിൾ, അവൻ്റെ ജനങ്ങളിൽ നിന്നും, അവൻ്റെ പട്ടാളക്കാരിൽ നിന്നും, അവൻ്റെ ശിങ്കിടികളിൽ നിന്നും രക്ഷപ്പെടുത്തിയതാണ്. അവരെന്താ ചെയ്തത്? ഫറോവയും അവൻ്റെ ശിങ്കിടികളും അവൻ്റെ പട്ടാളക്കാരും ചെയ്ത് who inflicted on them grievous torments, അതികഠിനമായ ശിക്ഷകളാണ് അവരുടെ മേൽ അവർ നടപ്പാക്കിയത്. നിഷ്ഠൂരമായ കൊല, വേദനാജനകമായ ശിക്ഷകൾ, അവരെ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന നിലയിലുള്ള പീഡന മുറകൾ, ഇതാണ് അവർ നടത്തിയത്. അന്ന് ഫറോവമാരുടെ ശിങ്കിടികളും. ഈ ലോകത്ത് ഇന്ന് നൂറുകണക്കിന് ഫറോവമാരുണ്ട്, അവരുടെ ശിങ്കിടികളുമുണ്ട്. അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് ബാക്കി ആളുകളും. ധർമ്മത്തിൻ്റെ പക്ഷത്ത് ആളില്ല. അപ്പോൾ പിന്നെ അധർമ്മികളെ കൊന്നുകൊണ്ടിരിക്കുന്നു. ധർമ്മത്തിൻ്റെ ആളുകളും ഇല്ല. അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം കാട്ടിലെ ഗുഹയിലോ പോയി ഇരിക്കാനും വെക്കും. കാരണം ഇതാർക്കും വേണ്ട. അപ്പോൾ അതികഠിനമായ ഗ്രീവിയസ് ടോർണമെൻറ്റ്സ് നൽകിക്കൊണ്ടിരുന്ന, അവർ അടിച്ചേൽപ്പിച്ച ഈ ശിക്ഷകളിൽ നിന്നും, ഫറോവയിൽ നിന്നും, ഫറോവയുടെ ഈ കിങ്കരന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തിയ കാര്യമാണ് വാഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔൻ യസൂമൂനക്കും സൂഅൽ അദാബ്. അതികഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, കൊന്നുകൊണ്ടിരുന്ന, വേദനിപ്പിച്ചുകൊണ്ടിരുന്ന, ശിക്ഷാമുറകൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ക്രൂരന്മാരായ ആളുകളിൽ നിന്നും, ഫറോവയിൽ നിന്നും, ഫറോവയുടെ ആൾക്കാരിൽ നിന്നും നാം നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണുന്നില്ല. ഇന്നും നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെല്ലാം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് വലിയ ബോംബുകളൊന്നും ഇട്ടൊന്നുമല്ല. അല്ലാഹു തആല അവൻ്റെ ശക്തി, അവൻ്റെ ഫോഴ്സസ് ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. അത് വായു, അത് കാറ്റായി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ അത് അതിശക്തമായ
ആർക്കും തടയാൻ പറ്റാത്ത നിലയിലുള്ള അതിശക്തമായ ഒരു ഫോഴ്സായി മാറുകയാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് അദൃശ്യമായ നിലയിലുള്ള പട്ടാളക്കാരുടെ വലിയ വ്യൂഹം, അതിശക്തമായ ശൈത്യം അവൻ്റെ ഫോഴ്സാണ്, അതിശക്തമായ ചൂട് അവൻ്റെ ഫോഴ്സാണ്. അവൻ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത്. ഇത് ഈ ഫോഴ്സ് ഏതെങ്കിലുമൊക്കെ നമ്മളുടെ മേലിഞ്ഞോട്ട് ഉപയോഗിക്കാമെന്നാൽ ഇവിടെ ഒന്നും വിളയത്തില്ല, സാധനങ്ങളൊന്നും എടുത്ത് കഴിക്കാനൊക്കത്തില്ല. അങ്ങനെ എല്ലാ നിലയിലുമുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അവൻ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് നിങ്ങൾക്ക് ധാന്യങ്ങൾ മുളപ്പിച്ച് നിങ്ങൾക്ക് ആഹാരമായി നൽകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അവന് തക്ബീർ മുഴക്കിക്കൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ നമുക്ക് തയ്യാറല്ല എങ്കിൽ, ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടും വെള്ളവും കിട്ടുമെന്നും പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ധാന്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, അവനെ വിസ്മരിച്ചുകൊണ്ട് ഈ കാട്ടാളന്മാരുടെ കശ്മലന്മാരുടെ മൂടുതാങ്ങികളായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഇരുന്നാൽ മതി. നമുക്ക് പിന്നെ സൂമും ഉണ്ട്, പിന്നെ ഒന്നും ചെയ്യുകയും വേണ്ട, എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആൻ വേണ്ടതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ അന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവർ രക്ഷാമാർഗത്തിനായിട്ട് എത്തിച്ചേർന്നതുപോലെ എത്തിച്ചേരാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അല്ലാഹു തആല അയച്ചു തന്ന രക്ഷകനെ സ്വീകരിക്കുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജസാക്കല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.